എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന ജൂനിയർ സയന്റിഫിക് ഓഫീസർ പരീക്ഷയുടെ ബയോകെമിസ്ട്രി വിഭാഗത്തിലെ ചോദ്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് വിശദമാക്കുന്നു ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കരിയർ വിദഗ്ധനുമായ സഞ്ജീവ് കുമാർ പി. JSO പരീക്ഷയുടെ സിലബസിലൂടെ നമ്മൾ വിരലോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് JSO പരീക്ഷയുടെ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. മുൻപ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി, ഇപ്പോഴാവട്ടെ ആരോഗ്യ മേഖലയിലേക്കും. ഇതിൽ രണ്ടിലുമുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്കുള്ള പരീക്ഷ പൂർണ്ണമായും അടിസ്ഥാന രസതന്ത്രം അഥവാ ബേസിക് കെമിസ്ട്രി അല്ലെങ്കിൽ ബേസിക് ബയോകെമിസ്ട്രി, അതൊന്നുമില്ലെങ്കിൽ ജനറൽ ബയോകെമിസ്ട്രി, ഈ രീതിയിലായിരുന്നു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ആവട്ടെ മെഡിക്കൽ ബയോകെമിസ്ട്രിയുടെ അനുബന്ധ ഭാഗങ്ങളെല്ലാം തന്നെ സിലബസിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ബയോകെമിസ്ട്രി സിലബസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും ഒക്കെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സിലബസിലെ ഓരോ ഭാഗത്തെയും അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വരാവുന്ന ഓരോ ചോദ്യങ്ങളെയും സമീപിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പൊതുവായിട്ട് സിലബസിലേക്ക് നോക്കുമ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി അത് അതിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഉദാഹരണത്തിന് ഏതൊരു രസതന്ത്രത്തിൻ്റെയും അടിസ്ഥാന ഭാഗമായിട്ടുള്ള വിസ്കോസിറ്റി, ഓസ്മോസിസ്, അതല്ലെങ്കിൽ സർഫസ് ടെൻഷൻ, ഇത്തരം ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 ചോദ്യങ്ങൾ നിർബന്ധമായും അവിടെ നിന്ന് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. പിന്നെ തുടർന്ന് നമ്മൾ സെൽ ബയോളജിയുടെ ഭാഗമായിട്ടുള്ള ബയോമെംബ്രെയിൻസ്, അതിൽ നിന്നും വളരെ ചെറിയ തോതിൽ ഒരുപക്ഷെ 1-2 ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിനുശേഷം സിലബസിലേക്ക് കൂടുതൽ നമ്മൾ കാണാൻ പോകുന്നത് ലബോറട്ടറി സയൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലബോറട്ടറി സയൻസുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഉപകരണങ്ങളുടെ ഒരു ഏരിയയാണ്. എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ദെയർ മെത്തഡോളജി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകരണങ്ങളും അവയുടെ പ്രവർത്തന രീതികളും അവയുടെ പ്രവർത്തന തത്വങ്ങളും. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ധാരാളമായി വന്നാൽ പോലും ഒരത്ഭുതവുമില്ല. കാരണം ഒരു JSO പ്രധാനമായും പ്രവർത്തിക്കേണ്ടത് ഇത്തരം വലിയ ഉപകരണങ്ങളുടെ കൂടെയാണ്. അതല്ലെങ്കിൽ അവ പ്രവർത്തിപ്പിക്കുന്നവരുടെ മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു JSO ആണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഉപകരണങ്ങളെ പറ്റിയുള്ള ആ ആശുപത്രിയിലെ അല്ലെങ്കിൽ ആ ലബോറട്ടറിയിലെ അവസാന വാക്കെന്ന് പറയുന്നത് JSO ആയിരിക്കെ സ്വാഭാവികമായിട്ടും ഇത്തരം ഉപകരണങ്ങളിൽ നിങ്ങൾക്കുള്ള വൈദഗ്ധ്യവും വിജ്ഞാനവും ഈ പരീക്ഷയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഉപകരണങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാനുള്ള സമയം അനുവദനീയമല്ല. എങ്കിലും സൂചിപ്പിക്കട്ടെ, ഫോട്ടോമെട്രിയുടെ വിവിധ ഭാഗങ്ങൾ, ഇലക്ട്രോഫോറസിസ്, കാലഹരണപ്പെട്ടെന്ന് നമുക്ക് തോന്നുന്നതെങ്കിലും ഇപ്പോഴും പ്രചാരത്തിലുള്ള ഫ്ലെയിം ഫോട്ടോമീറ്റർ, മാസ് സ്പെക്ട്രോസ്കോപ്പി, അതോടൊപ്പം സൈറ്റോമെട്രി, ഈവൻ pH മീറ്റർ, ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ നമുക്ക് വരും. കാരണം ഇന്ന് രോഗനിർണയ മേഖലയിൽ മാത്രമല്ല ഗവേഷണ രംഗത്തും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഉപകരണങ്ങളാണ്. പിന്നീട് നമ്മുടെ ന്യൂട്രീഷൻ, അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഫിസിയോളജിയുമായുമൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ശരീരത്തിലെ മെറ്റബോളിസം, അതല്ലെങ്കിൽ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം, റെസ്പിറേഷൻ, ഇത്തരം ഭാഗങ്ങളെല്ലാം ബയോകെമിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം മെഡിക്കൽ ബയോകെമിസ്ട്രിയുടെ ഭാഗങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവരസതന്ത്രത്തിൽ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഉള്ള എല്ലാ ഭാഗങ്ങളും ഈ ഒരു മെഡിക്കൽ ബയോകെമിസ്ട്രി മേഖലയിലാണുള്ളത്. അതിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും ഹോർമോൺസും മാത്രമല്ല വിവിധ തരത്തിലുള്ള ഫംഗ്ഷൻ ടെസ്റ്റുകൾ. മെഡിക്കൽ ബയോകെമിസ്ട്രിയിൽ നമുക്കറിയാം, ഒരു മെഡിക്കൽ ലാബിൽ ഏറ്റവും അധികം വരുന്ന ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ടെസ്റ്റുകളാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഒരു ഫിസിഷ്യൻ ആവശ്യപ്പെടുന്നത് ഇത്തരം ടെസ്റ്റുകളുടെ റിസൾട്ടുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശുപത്രി മേഖലയിലുള്ള ഇത്തരം ഒരു തസ്തികയിലേക്ക് ഈ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാതെ തരമില്ല എന്ന് തന്നെ പറയാം. JSO പരീക്ഷയുടെ ബയോകെമിസ്ട്രി വിഭാഗത്തിനായി എങ്ങനെ തയ്യാറെടുക്കാമെന്നതിനെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ സഞ്ജീവ് കുമാർ പി. ഈ പരീക്ഷയുടെ ജനറൽ മൈക്രോബയോളജി വിഭാഗം ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.